ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഖദീജാസ് കിച്ചൺ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോൺ സ്റ്റിക്ക് പാനിൽ വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയുമായി ഉണ്ടാക്കുന്ന തന്തൂരി റൊട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിവിടെ 1 കിലോനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 കിലോ ആട്ട ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അപ്പക്കാരമാണ്. എന്നിട്ട് സ്പൂണ് കൊണ്ടോ ഇല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായി കുഴച്ച് ചപ്പാത്തി മാവ് പോലെ ആക്കിയെടുക്കുക. ഇനി അതിലോട്ട് എണ്ണയും കൂടി ഒഴിച്ച് പിന്നെയും കുഴച്ചെടുക്കുക. നന്നായി ഒരു 5 മിനിറ്റ് നേരം കുഴച്ച് ഒരു 1 മണിക്കൂർ അതിനെ റെസ്റ്റിന് വെക്കണം. അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് തടവി 1 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. ഞാനിതാ 1 മണിക്കൂർ കഴിഞ്ഞതിനെ തുറന്ന് നല്ല സോഫ്റ്റായി ഉള്ളൊരു മാവായിട്ടുണ്ട് ഇത്. ഇനി ഇതിനെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് കുഴച്ചെടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് ഓരോ ഉരുളകളും പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ നല്ല ഷേപ്പിലായി റൗണ്ടായി കിട്ടും. ഞാനിപ്പോൾ ഇതെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ റെസ്റ്റിന് വെക്കേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് പരത്തി ചുട്ടെടുക്കാവുന്നതാണ്. പരത്തണ സമയത്ത് ഒട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പൊടി പ്ലേറ്റിലെടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. പരത്തുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ കുഴച്ചെടുക്കാം. കുറച്ച് തിക്നെസ്സോട് കൂടി കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ തന്തൂരി റൊട്ടി നല്ല പെർഫെക്ഷനായി കിട്ടുള്ളൂ. ഞാനിപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ശേഷം സ്റ്റൗ ഓണാക്കി ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് അതിനെ കോരി മാറ്റാനുള്ള ഒരു ചട്ടകവും മരത്തിൻ്റെ ചട്ടകവും കൂടി എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ റൊട്ടി അതിലോട്ട് ഇട്ടിട്ടുണ്ട്.
നമ്മളെ റൊട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. അപ്പോൾ ഇതിലും വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഗുഡ് ബൈ.